ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പറ, നിങ്ങൾക്കിടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറ. സുഖവും സന്തോഷമൊക്കെ ആയിട്ടാണോ ഇരിക്കുന്നത്? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരു ചെറിയ ട്രിക്കാണ് കേട്ടോ. നമ്മളെല്ലാവരും വീട്ടിൽ കുക്കറൊക്കെ ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ കേൾക്കാണ്, കുക്കറൊക്കെ പൊട്ടിത്തെറിച്ച് ഒത്തിരി അപകടങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന കുറച്ച് ട്രിക്കുകളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ കുക്കർ പൊട്ടിത്തെറിച്ചുള്ള അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ അതിനായിട്ട് ആദ്യം തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കറിൻ്റെ വെയിറ്റ് ഉണ്ടല്ലോ, അതെടുത്ത് വെള്ളത്തിലേക്ക് ഇടുക. മെയിനായിട്ട് ഇവിടെ അഴുക്ക് കൂടുമ്പോഴാണ് കുക്കർ പൊട്ടിത്തെറിക്കുന്നത്. അതായത് നമ്മൾ കുക്കറിൽ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഫുഡിൻ്റെ ഐറ്റംസൊക്കെ ഈ വെയിറ്റ് ഇടുന്ന പോർഷനിലൊക്കെ നന്നായിട്ടുണ്ടാവും. അത് ഒരു ദിവസം കൊണ്ടല്ല അഴുക്ക് കൂടുന്നത്, കുറേ തവണ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അഴുക്ക് അവിടെ കൂടിയിരിക്കും. അപ്പോൾ കുക്കറിന് വെയിറ്റ് താങ്ങാൻ പറ്റാണ്ടാവും, അതായത് പ്രഷർ എടുക്കാൻ പറ്റാണ്ടാവുമ്പോൾ പെട്ടെന്ന് അത് ഹൈ പ്രഷറിൽ പൊട്ടിത്തെറിക്കുന്നതാണ്. അങ്ങനെയാണ് അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം വെയിറ്റ് എടുത്ത് വെള്ളത്തിലിടുക. അതുപോലെ വാഷറുണ്ടല്ലോ, ആ വാഷറും എടുത്ത് വെള്ളത്തിൽ കുറച്ച് നേരം ഇടാം. ഈ വെയിറ്റ് ഇടുന്ന പോർഷനില്ലേ, അവിടെയൊക്കെ അഴുക്കിരുന്ന് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിച്ച് നോക്കിയാലും കാണാനൊന്നും സാധിക്കില്ല കേട്ടോ. അപ്പോൾ കുറേ തവണ, ഇപ്പോൾ നമ്മൾ ഒരു തവണ ഫുഡ് കുക്ക് ചെയ്ത് കഴിയുമ്പോഴല്ല ഈ അഴുക്ക് ഇങ്ങനെ വരുന്നത്, കുറേ തവണ നമ്മൾ കുക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒന്നും നമ്മൾ ക്ലീൻ ചെയ്യാറില്ല, അത് നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. ജസ്റ്റ് കുക്കർ ഒന്ന് കഴുകിയെടുക്കും, അത്രേ ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മളിതേ ഈ പോർഷനില്ലേ, ഇതാണ് വെയിറ്റ് ഇടുന്ന പോർഷൻ, അവിടെയൊക്കെ അഴുക്കുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ വൃത്തിയാക്കണം. അതുപോലെ ഇതാണ് വെൻ ട്യൂബ് നട്ട് എന്ന് പറയും ഈ പോർഷന്. അവിടെയും ചെറിയ ഹോൾസൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളിലുള്ള ഫുഡിൻ്റെ ചെറിയ ചെറിയ വേസ്റ്റൊക്കെ ആ ഹോളിൽ അടിഞ്ഞു കൂടാനായിട്ട് തുടങ്ങും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ചെറിയതായിട്ട് ബ്രഷ് ഇട്ട് നോക്കിയിട്ട്, ബ്രഷ് ഇട്ടപ്പോൾ കയറില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ചെറിയ സൂചി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തു കേട്ടോ. അങ്ങനെ നിങ്ങൾ സൂചി വെച്ചോ അല്ലെങ്കിൽ ഞാൻ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചു കേട്ടോ. സൂചി എനിക്ക് അത്രയും ബലം തോന്നിയില്ല കുത്തിയപ്പോൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഒന്ന് കുത്തി കൊടുത്തു. അപ്പോൾ ഞാൻ വെയിറ്റയിൽ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഒന്ന് കുത്തി കൊടുക്കുകയാണേ. ഒരു നിസ്സാര കാര്യമാണ്, അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വൻ ദുരന്തം തന്നെ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഞാൻ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ ഞാൻ കഴുകി കളയാണേ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കുക്കർ മേടിച്ചിട്ട് ഇതുവരെ ഇതുപോലെ ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ അടുത്തിടെ ഒരു വാർത്ത കേട്ടായിരുന്നു, കുക്കർ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുള്ള. അടുത്തെന്നല്ല, ഞാൻ ഇതിന് മുമ്പൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇതുകൊണ്ടാണ് മെയിനായിട്ട് കുക്കർ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ഞാനൊരു ബഡ്സ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇനി വെള്ളവും അഴുക്കും ഇനി എന്തെങ്കിലും അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ബഡ്സ് ഇട്ടൊന്ന് ക്ലീൻ ആക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അടുപ്പ് എവിടെയെങ്കിലും തട്ടോ മുട്ടോ ഒക്കെ ചെയ്തിട്ട് ചെറിയ വളവൊക്കെ വന്നാലുണ്ടല്ലോ, അപ്പോഴും അതും ഒരു അപകടമാണ് കേട്ടോ. കാരണം ഇത് പ്രോപ്പർ ഷേപ്പിൽ തന്നെ ഇരിക്കണം. ഇതിനിപ്പോൾ വലിയ പ്രശ്നമല്ല. എൻ്റെ വേറൊരു കുക്കറിന് അടുപ്പയിൽ ഇങ്ങനെ ഒന്ന് അടിച്ചപ്പോൾ നിലത്ത് വീണപ്പോൾ അതിൻ്റെ അടുപ്പൊന്ന് ഷെയ്ക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആ അടുപ്പ് ഉപയോഗിച്ച് കുക്കർ മൂടിയപ്പോൾ അടയും. പക്ഷേ വിസിലെടുക്കുന്ന ടൈം ആകുമ്പോൾ ഹൈ പ്രഷറിൽ ഇങ്ങനെ ആവി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതും അപകടത്തിന് ഒരു കാരണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്ന് എവിടെയെങ്കിലും അടിക്കോ ചളവോ ഒടിവോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ അടപ്പ് നമ്മൾ കുക്കറിൽ ഇടാൻ പാടില്ല. പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടപ്പായിരിക്കണം. പിന്നെ ഇതുപോലെ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെയുള്ള അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വെയിറ്റ് ഇടുന്ന പോർഷനിൽ പുറത്തുനിന്നും ഞാൻ ക്ലീനാക്കി കൊടുക്കുന്നുണ്ട്. അകത്ത് ഞാൻ നേരത്തെ ക്ലീനാക്കി സൂചി ഉപയോഗിച്ചൊക്കെ കുത്തി അതിൻ്റെ വേസ്റ്റൊക്കെ കുത്തി കളഞ്ഞായിരുന്നു. ഇത് വെൻ ട്യൂബ് നട്ടാണ്, അതിൻ്റെ ഉള്ളിലും ചെറിയ ചെറിയ ഹോൾസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ സൂചി വെച്ചൊന്ന് കുത്തി കൊടുക്കുകയാണ്.
പിന്നെ നമ്മൾ കുക്കറിൻ്റെ അടുപ്പിന് ചുറ്റും ഉണ്ടല്ലോ വാഷർ ഇടുന്ന പോർഷൻ അവിടെയൊക്കെ അഴുക്കിരിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വാഷർ പെർഫെക്റ്റായിട്ട് ഇങ്ങനെ എടുക്കാനോ ഊരിയെടുക്കാനോ ഒന്നും പറ്റാറില്ല. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഞാനത് റിപ്പീറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നത് എന്തെങ്കിലും അഴുക്ക് ഇനി അവധവശം അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഫുൾ കംപ്ലീറ്റ് പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അത് ഇതുപോലെ പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രമാണ് നമുക്കത് ഒന്നും പേടിക്കാണ്ട് തന്നെ നമുക്ക് കുക്കറിൽ കുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു ട്രിക്കാണിത്. ഈ ചെറിയൊരു ട്രിക്ക് കൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ജീവൻ തന്നെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തായാലും ശ്രദ്ധിക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള അഴുക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാഷറും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വാഷറും പ്രോപ്പർ അല്ലെങ്കിൽ ഇതുപോലെ അപകടമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുക്കിംഗ് കഴിയുമ്പോൾ തന്നെ വാഷർ അടുപ്പിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിൽ മുക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. പിന്നെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ സ്ക്രബ്ബർ ഉപയോഗിച്ച് തേച്ചൊരച്ച് വൃത്തിയാക്കിയാലും മതി കേട്ടോ. ഇത് നമ്മൾ 1 വീക്ക് എത്തുമ്പോൾ ഒന്ന് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കുക്കർ ഉപയോഗിക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇനി കുക്കർ പൊട്ടിയുള്ള അപകടങ്ങളൊക്കെ നമുക്ക് കഴിവതും ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു ചെറിയൊരു ഇൻഫർമേഷനാണ്. പക്ഷേ ഈ ഇൻഫർമേഷൻ കൊണ്ട് രക്ഷപ്പെടുന്നത് ഒരു ജീവൻ തന്നെ, ഒരായുസ് തന്നെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ എൻ്റെ ഈ അടുപ്പില്ലേ അവിടെ ഈ വാഷർ ഇടുന്ന പോർഷൻ ഉണ്ടല്ലോ അവിടെയും കുറേ അഴുക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഈ വാഷർ എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് ഇരിക്കുമായിരുന്നു. എനിക്ക് എടുക്കാനൊന്നും പറ്റിയിരുന്നില്ല. കാരണം അവിടെ ഒരുപാട് അഴുക്ക് ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് എനിക്കത് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റാണ്ടിരുന്നത് കേട്ടോ. കുറേ ടൈം എടുത്തിട്ടാണ് ഞാൻ ആ വാഷർ അതിൽ നിന്ന് റിമൂവ് ചെയ്തത്. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ വാഷർ ഒട്ടി തന്നെ ഇരിക്കാൻ പോലും പാടില്ലാത്തതാണ്. നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഊരിപ്പോരും, അതുപോലെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കുക്കറിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കുക്കർ പൊട്ടിയുള്ള അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.